അതെ, ഈ പോക്ക് ന്യൂ ഇയർ മീറ്റിങ്ങിനാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് കിച്ചും ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പടക്കക്കട കണ്ടു. കത്തി തിരിച്ചു വരുന്ന വഴിക്ക് ഓടിയിട്ട് പൊട്ടിക്കാൻ ന്യൂ ഇയർ അല്ലേ. അങ്ങനെ പടക്കമൊക്കെ വാങ്ങിച്ചു. കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു വിശപ്പ്. ഞങ്ങൾ ഫുഡ് കഴിച്ചാലോ നമ്മൾ തീരുമാനിച്ചു. വണ്ടി നിർത്തിയപ്പോഴേ മമ്മിയെ പോലും നോക്കാതെ ഇന്ന് ബേബി അങ്ങ് ഓടി അങ്ങ് പോയി. ഇന്ന് ബേബിക്ക് ഞങ്ങളെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആൾ നല്ല കമ്പനിയായിരുന്നു. പിന്നെ വാവയെപ്പറ്റി പറഞ്ഞപ്പം പിന്നെ ആൾക്ക് ഫുള്ള് ചർച്ച അതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളെ പിന്നെ ഒരു കസാരയിൽ അങ്ങിരുത്തി. കിച്ചേട്ടൻ പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. ഫുഡ് വരാൻ താമസിച്ചിട്ടുണ്ടാണോ എന്തോ തൻ്റെ ഉള്ളിലെ കലാവിരുതുകളെല്ലാം ആ പ്ലേറ്റിൽ അങ്ങ് തീർത്തു. അങ്ങനെ ഒടുവിൽ വന്നു ഗൈസ് ഫുഡ്. അങ്ങനെ കഴിച്ചിട്ടും കഴിഞ്ഞപ്പോഴത്തേക്കിനും എമ്മ ബേബിക്ക് പറ്റിയൊരു വാഷ് ബേസിന് കിട്ടി കേട്ടോ. ഞങ്ങളുടെ എമ്മ ബേബി ഗുഡ് ഗേളാണ് കേട്ടോ. പിന്നെ കണ്ണാടി കണ്ട വെറുതെ വിടേണ്ടത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് യാത്ര ഞങ്ങൾ പതിയെ സ്റ്റാർട്ട് ചെയ്തു. സ്പോട്ടിൽ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ആ ബേബിയോട് കളിച്ചു കേട്ടോ. കയ്യിലിരിക്കുന്ന എന്തോ അമ്മ ബേബിയുടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഞങ്ങൾ എത്തി ഗൈസ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത്. ഇതാണ് കോട്ടൺ നഗർ സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് നമുക്ക് എല്ലാ വർഷവും മീറ്റിംഗ് നടക്കുന്നത്. വന്നപ്പോൾ തന്നെ ഇപ്പം ബേബിയുടെ കണ്ണുകൾ ആ കളിപ്പാട്ടത്തിലോടായി. മക്കളുടെ സന്തോഷമാണ് നോക്കട്ടെ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മീറ്റിംഗ് തുടങ്ങിയായിരുന്നേ. അങ്ങനെ എനിക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടി. പിന്നെ ഒരു ഓറഞ്ചൊക്കെ അങ്ങ് കഴിച്ചെന്നേ. കുറച്ച് കഴിഞ്ഞപ്പം ഒരു ചായ കുടിക്കാൻ ഒരു കുതി. ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതെൻ്റെ കണ്ണിൽ പെട്ടു. ശരിക്കും ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല കേട്ടോ, അനിയത്തിക്ക് വേണ്ടി വാങ്ങിച്ചാണേ. ഈ ദിവസം ചില ദർശനം സ്വപ്നങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ മധ്യത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് ഒത്തിരി സമയം ഞാൻ എടുക്കത്തില്ല. ഇതുപോലെ ഒരു എന്തായാലും ഈ വർഷത്തെ മീറ്റിംഗ് അടിപൊളിയായിരുന്നു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ റാണി എത്താറായപ്പോൾ ചെറിയൊരു ചായ കുടിച്ചാലെന്ന് തോന്നും. പാവം ഇന്ന് ബേബി നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് പടക്കം മേടിച്ച കാര്യം മറന്നുപോയി ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ലേറ്റ് ആയിപ്പോയോ വിഷു പറയാൻ?